നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. എന്റെ കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ എന്താണ് പഠിച്ചതെന്ന് എന്നെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോഡിംഗ് ആണ് എടുത്തത്. എറണാകുളത്താണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കുറെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് എനിക്കതൊക്കെ ഫെയിൽ ആയിപ്പോയി. അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് എന്താ പറയാ, എറണാകുളം ഇൻഫോ പാർക്കാണ്, കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2 ജ്യോതിർമയ ബിൽഡിങ്ങിനകത്ത് ഡൈനാമിക് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പൊ പോയപ്പോഴൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് പറയാം. പോയപ്പോ എന്താ പറയാ, അറിയാലോ, വലിയ 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 ബിൽഡിങ്, എന്താ പറയാ, ഒരു IT പ്രൊഫഷണലിനെ കാണുമ്പോൾ നമുക്ക് തോന്നും വാവ് സൂപ്പർ, ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ എനിക്കില്ല, എന്റെ കരിയർ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു. 2 റൗണ്ട് ആയിരുന്നു ഇന്റർവ്യൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മാനേജറിനായിട്ടുള്ള ഇന്റർവ്യൂ, 2 മാനേജേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ അവരായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ അടുത്ത സെക്ഷൻ പറഞ്ഞാൽ സിയോനായിട്ടായിരുന്നു. സിയോനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഷെയ്ഖിന്റെ കൂടെ നല്ല രീതിയിൽ സംസാരിച്ചു. എനിക്ക് ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് സിയോ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് എന്താ പറയാ, നവംബർ 22 എനിക്കൊരു കോൾ വന്നു, ഉച്ചയ്ക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നവംബർ 22 എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു വാവ് സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്. കാരണം എന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് എനിക്ക് ജോബ് കിട്ടിയത്. കാരണം ജോബിന് വേണ്ടി കുറേ അന്വേഷിച്ച് തന്നിട്ടുണ്ട്, അതൊക്കെ ഫെയിലായി. ഇങ്ങനെ ഫെയിലായി അടുത്തതിൽ നിന്ന് നോക്കി അടുത്തത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കുറേ ഇന്റർവ്യൂവിനൊക്കെ ട്രൈ ചെയ്തിട്ടാണ് എനിക്കൊരു ജോബ് കിട്ടിയത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെന്ന് പറയുമ്പോൾ ഇൻഫോ പാർക്കിലാണ് ജോബ് എന്ന് പറയുമ്പോൾ അറിയാലോ. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഞാനും. അപ്പൊ December 4th എനിക്ക് ജോയിനിങ് ഡേറ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ വിളിച്ചിട്ട് അപ്പൊ തന്നെ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് ജോബ് കിട്ടി. അവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ട്, അമ്മ ഇൻഫോ പാർക്ക് നൈസാണ്, നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ അമ്മോട് പറഞ്ഞിട്ടുണ്ടായി. ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് ഇനി ജോബ് കിട്ടിയപ്പോൾ അമ്മ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വാവ് സൂപ്പർ ആയിട്ടുണ്ട്, ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇങ്ങനെ ജോബ് കിട്ടിയത് നല്ലൊരു തുടക്കം ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. ഞാൻ അങ്ങനെ പോയി ജോയിൻ ചെയ്തു. അവിടെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഉണ്ട്. എക്സാമിന്റെ മാർക്കിന്റെ ബേസിസിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, വീക്ക് ഓഫ് കിട്ടുള്ളൂ. പിന്നെ പറയുമ്പോൾ 8.5 hours ആണ് വർക്കിംഗ് ടൈം, വിത്തൗട്ട് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ 2 years ബോണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. 50,000 rupees ആണ് ചെക്ക് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അവിടെ കുറെ കാര്യങ്ങളുണ്ടായി. പിന്നെ നമുക്ക് എന്താ പറയാ, അത് ഞാൻ അവിടെ കോഡറായിട്ടല്ല കേട്ടോ കയറിയിട്ടുണ്ടായത്. ഞാൻ മെഡിക്കൽ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് കയറിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ ലാബ് ബില്ലിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മെഡിക്കൽ കോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ കോഡറായിട്ട് മാത്രമല്ല നമുക്ക് ജോലി ഉള്ളത്. കാരണം നമുക്ക് കോഡിങ് കഴിഞ്ഞാൽ കോഡറായിട്ട് മാത്രമേ ഒരു വേക്കൻസി ഉള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കോഡിങ് മാത്രമല്ല, അതിൽ കുറെ ഡിഫറെന്റ് ഫീൽഡ്സ് ഉണ്ട്. ഇപ്പൊ പറയാം ലാബ് ബില്ലിംഗ് ഉണ്ട്. വലിയ വലിയ കമ്പനീസ് ആകുമ്പോൾ കോഡിങ്ങർക്ക് മാത്രം ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കുറെ സെക്ഷൻ ഉണ്ടായിരിക്കും, കോഡിങ്, ക്രിഡൻഷ്യലിംഗ്, സബ്മിഷൻ, മെഡിക്കൽ ബില്ലിംഗ്, അങ്ങനെ കുറെ സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നമുക്ക് വേക്കൻസീസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റിൽ കോഡേഴ്സിന് കോഡിങ് മാത്രമേ ജോബ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയാണ് പല ആൾക്കാർക്കും ജോബ് കിട്ടാത്തത്. ഫസ്റ്റ് ഒരു പോയിന്റ് അതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ജോബ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിലും കൂടി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ കുറെ വേക്കൻസീസ് കാണാം. ഓക്കെ. പിന്നെ ഞാൻ എന്താ പറയാ, അവിടെ കയറി കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് എക്സാം കഴിഞ്ഞു, എനിക്കതിൽ മാർക്കില്ല, കുറെ ചീത്ത കേട്ടു. ഫസ്റ്റ് ചീത്ത ഞാൻ അങ്ങനെ കേട്ടു. അവിടുത്തെ പിന്നെ നല്ലൊരു തുടക്കമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചീത്ത കേൾക്കാറുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ വെച്ചിരുന്ന ഇൻഫോ പാർക്ക് എന്താണ്, പുറമെ നോക്കുന്നുള്ളൊരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ, നല്ല ഹൈ ടോപ്പിൽ നിൽക്കുന്നത്. അതൊക്കെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ എനിക്ക് പിന്നീട് എന്താ പറയുക, ഒരു പ്രഷർ കുക്കർ പോലെയായി. പ്രഷർ കുക്കർ എന്നൊക്കെ പറയില്ല, ആ രീതി എനിക്ക് ഓരോ ബിൽഡിങ്ങും. പിന്നെ ഡെയിലി പോണതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഒരു സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരിക്കുക, ഇരുന്ന് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ റിയലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, എന്നെ കൊണ്ട് പറ്റുന്ന ഈ ഒരു പണിയല്ല എന്നുള്ള രീതിയിൽ. കാരണം എനിക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ഓഫീസിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ സംസാരിച്ചു കഴിഞ്ഞാൽ LOP ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ വിശ്വസിക്കില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് വിളിക്കും, ചീത്ത പറയും, അന്ന് LOP ആക്കും, ലോസ് ഓഫ് പേ ആക്കും. പിന്നെ റിജക്ഷൻ വന്നാലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ലീവ് തരില്ല, സിക്ക് ലീവ് ഒന്നും അവിടെ തരില്ല. എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ കേട്ടോ, മെഡിക്കൽ ബില്ലിംഗ് ആണ് ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ കോഡിങ് നോക്കുന്ന
ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ തന്നെ, അതായത് ഡൈനാമിളില് കോഡിംഗ് ഒക്കെ നല്ല സൂപ്പറാണ്, അവിടുത്തെ പ്രൊസസ്സർ സൂപ്പറാണ്, അവിടുത്തെ മാനേജേഴ്സ് നല്ല സപ്പോർട്ടിംഗ് ആണ്, എംപ്ലോയീസ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കോഡിങ്ങിലൊക്കെ വരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ആയിരുന്നില്ല, ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ആയിരുന്നില്ല, സബ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ആയിരുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, പിന്നെ എന്താ പറയാ, നമുക്ക് സിക്ക് ലീവ് തരില്ല. എനിക്ക് വീണ്ടും കോവിഡ് ഒക്കെ വന്നിട്ട് അങ്ങനെ സിക്ക് ലീവ് ഒന്നും തന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ആയിട്ട് വരികയാണ് ചെയ്തത്. സ്പോട്ട് റിസൈൻ ആയിരുന്നു. അതിന്റെ റീസൺ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, റീസൺ എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും അന്ന് ഞാൻ റിസൈൻ ഇട്ടിരുന്ന സമയത്താണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇൻഫോ പാർക്കിൽ ഞാൻ ജോബ് ചെയ്യില്ല എന്നുള്ള കാര്യം. പക്ഷേ എൻ്റെ സെക്കൻഡ് എന്താ പറയാ ജോബും ഇൻഫോ പാർക്കിൽ തന്നെയാണ് ഇപ്പോഴും കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡൈനാമിളിനെ കുറിച്ച് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത് UAE ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഗൾഫ് കൺട്രീസിൽ ഉള്ള ഹോസ്പിറ്റൽസിലെ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ബുർജിൽ ഹോൾഡിങ്സ് ഒക്കെ ആണ്. അപ്പൊ അവിടുത്തെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കോഡേഴ്സിനൊക്കെ അവർ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കും ഇവര് എന്താ പറയാ പ്ലേസ്മെന്റ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ കോഡിങ്ങിലൊക്കെ നല്ല ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡൈനാമിളിൽ പോയി ജോയിൻ ചെയ്യാം. കുറെ ബൾക്കായിട്ടുള്ള വേക്കൻസീസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക ഡൈനാമിൾ ഹെൽത്ത് കെയർ ടൈപ്പ് ചെയ്ത് അവിടുത്തെ എന്താണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ അവിടുത്തെ കരിയറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മെയിൽ ID കാണാം. HR മെയിൽ ID ആയിരിക്കും അത്. അതിലേക്ക് നിങ്ങളുടെ CV അയച്ചു കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാക്കേജ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ കരിയർ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡൈനാമിൾ നല്ലൊരു ഓപ്ഷനാണ്. കോഡേഴ്സിനൊക്കെ പുറത്തു പോയാലും എന്താ ഡൈനാമിൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ UAE എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോബ് കിട്ടും, അത് ഉറപ്പാണ്. UAE ആണെന്നുണ്ടെങ്കിലും ഡൈനാമിളിൽ നിന്നുള്ള ആൾക്കാർ എടുത്തിട്ട് മാത്രമാണ് പിന്നെ പുറത്തുനിന്നുള്ള കോഡേഴ്സിനൊക്കെ എടുക്കുന്നുള്ളൂ. പിന്നെ ഡൈനാമിളിൽ എന്താ പറയാ കോഡിങ്ങിൽ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ CPCയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഫ്രഷർ ആയിട്ട് കയറാവുന്നതാണ്. പാക്കേജ് കുറവാണെങ്കിലും സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉണ്ട്. അപ്പൊ ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർ കോഡിങ് കഴിഞ്ഞിട്ട് ജോബ് ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഡൈനാമിൾ നല്ലൊരു ഓപ്ഷനാണ് കോഡേഴ്സിന് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ എന്താ പറയാ കുറച്ച് മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ, ഒരു 5-6 മാസം മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളൂ. എനിക്ക് എന്താ പറയാ ഒരു പ്രഷർ കുക്കറിനകത്ത്, അത് പിന്നെയും പോട്ടെ, LOP പിന്നെയും പോട്ടെ, സംസാരിക്കാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് കുറച്ച് സംസാരിക്കുന്ന, കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ജോബാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ എപ്പോഴും നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ജോബും കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം ഞാനത് റിസൈൻ ഇട്ടു. പിന്നെ അതിൽ വേറെയും കുറേ റീസണുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ സെക്കൻഡ് ജോബിനെ കുറിച്ചും. അത് ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ തന്നെയാണ് ചെയ്യുന്നത്, മെഡിക്കൽ ബില്ലിംഗ് തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ജോബും എൻ്റെ കരിയർ സ്റ്റാർട്ടിങ്ങും ഇങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ജോലി ഇല്ലാതെ ഇപ്പോഴും ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എന്തായാലും ജോബ് കിട്ടും. കാരണം ഞാൻ അത്യാവശ്യം കോഡിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1 ഇയർ, ഒരു 8 months 9 months ആ ഒരു പീരീഡ് വരെ ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. കുറേ റിജക്റ്റ് ആവും, കുറേ ഇന്റർവ്യൂ ടൈമിൽ നമ്മളോട് ബാഡായി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ പറയുന്ന ആൻസേഴ്സ് തെറ്റിക്കഴിഞ്ഞാലും. അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്താണ് വീണ് പോകേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്യുക, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ അത് നമ്മൾക്ക് തന്നെ എത്തും. കാരണം എനിക്ക് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു ഇൻഫോ പാർക്കിലാണ്. പുറമെ നോക്കുന്ന ഒരാൾക്ക് ഇൻഫോ പാർക്കിലാണ് വാവ് ആ രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ എന്താ പറയാ നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ കരിയർ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലെങ്കിൽ നമ്മളതിൽ ഹാപ്പി ആണോ എന്നും കൂടി ചിന്തിക്കുക. അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ആയി പോവും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ നമുക്കൊരു ജോബ് തൽക്കാലം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറുമ്പോൾ അതൊരിക്കലും മുന്നോട്ട് പോവില്ല. അതിന് എന്താ പറയുക, ഇപ്പോൾ തൽക്കാലം കയറിയാലും ഒരു മാസം അല്ല 1 കൊല്ലം 2 കൊല്ലം ആകുമ്പോഴേക്കും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് വേറേക്ക് പോവും. അപ്പോൾ ആ ഒരു പീരീഡിൽ നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ ആ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, ബൈ ബൈ.